Our next topic is important economic concepts and theories applied in decision makings. അതായത് ബിസിനസ്സിലെ ഓരോരോ ഡിസിഷൻസ് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തിയറീസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, അപ്ലൈ ചെയ്യുന്ന തിയറീസിൽ. ഇത് തിയറീസ് മാത്രമല്ല, സാമ്പത്തികമായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ്സും തിയറീസും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പറയുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. The following are the important fundamental concepts that help the business managers to take correct business decision. ശരിയായ രീതിയിലുള്ള ബിസിനസ്സിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്കണോമിക് കൺസെപ്റ്റും തിയറീസും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 ടൈപ്പിലാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഇൻക്രിമെൻ്റൽ റീസണിങ് എന്നുള്ളതാണ് ആദ്യത്തെ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് ഇൻക്രിമെൻ്റൽ റീസണിങ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. The use of incremental concept in business decision is called incremental reasoning. അതായത് ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റ് നമ്മൾ ബിസിനസ്സിൻ്റെ ഓരോരോ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഇൻക്രിമെൻ്റൽ റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയണം എന്താണ് ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റ് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റിനെ 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആൻഡ് ഇൻക്രിമെൻ്റൽ റവന്യൂ. കണ്ടില്ലേ നിങ്ങൾ? ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നും ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറഞ്ഞ് 2 തരത്തിലാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് നോക്കാം. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് എ ചേഞ്ച് ഇൻ ദ നേച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. അതായത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ വരുന്ന ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ നമുക്ക് ചിലവാകുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ചിലവ് വരുന്ന എല്ലാത്തിനെയും കൂടി കൂട്ടി പറയുന്നതാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ചെറുകിട എല്ലാ എക്സ്പെൻസസും എല്ലാത്തിനെയും കൂടി ആഡ് ചെയ്ത് പറയുന്നതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ആ വരുന്ന ചിലവുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം എത്രത്തോളം മാറ്റങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. അതായത് ബിസിനസ്സിലെ ഓരോരോ ആക്ടിവിറ്റി മുഖാന്തരം നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ എത്രത്തോളം മാറ്റം വരുന്നു, ആ മാറ്റത്തിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ? ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഇസ് എ ചേഞ്ച് ഇൻ ദ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റിൽ വരുന്ന മാറ്റം ആസ് എ റിസൾട്ട്. എന്തിൻ്റെ കാരണം കൊണ്ടാണ്? ആസ് എ റിസൾട്ട് ഓഫ് ദ ചേഞ്ച് ഇൻ ദ നേച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലെ ഓരോ ആക്ടിവിറ്റിയിലും വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റി എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് എന്തിൻ്റെയൊക്കെ മാറ്റങ്ങളായിരിക്കാം നമ്മൾ ബിസിനസ് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്നത് എന്നുള്ളത്. ആ ചേഞ്ചാണ് പ്രൈസിൽ വരുന്ന മാറ്റങ്ങൾ, വിലയിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ പുതിയ പ്രോഡക്റ്റ് നമ്മൾ വിപണിയിൽ ഇറക്കുകയാണെങ്കിൽ അത് ഒരു മാറ്റമാണല്ലോ അല്ലേ. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. നമ്മൾ ഹോൾസെയിലർ, റീറ്റെയിലർ, ഏജൻസ് അങ്ങനെ പല വഴിക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ, പുതിയ മെഷീൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന അത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ പുതിയ മാർക്കറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെയാണ്, ഇത് 1-2 നോക്കി വയ്ക്കാം. ഇതിനൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബിസിനസ് ആക്ടിവിറ്റിയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആ മാറ്റം കൊണ്ട് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്രത്തോളം മാറുന്നു എന്നതിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ റവന്യൂ ആണ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. It is the change in the total revenue as a result of the above mentioned changes in the nature of business activity. നേരത്തെ പോലെ തന്നെയാണ് നമുക്ക് ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്നതിൽ ടോട്ടൽ റവന്യൂ, നമ്മുടെ ഇൻകമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ആ ഇൻകത്തിൽ വരുന്ന മാറ്റം, എത്രത്തോളം മാറ്റം ബിസിനസ് ആക്ടിവിറ്റി മൂലം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു മാറ്റത്തിനെയാണ് ഇവിടെ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. അപ്പം മേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ മാറ്റത്തിന് കാരണം. നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ്, ചേഞ്ച് ഇൻ പ്രൈസ് ഒക്കെ തന്നെയാണ്. ദസ് ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റ് മെഷേഴ്സ് ദ ഇമ്പാക്റ്റ് ഓഫ് എ ഡിസിഷൻ ആൾട്ടർനേറ്റീവ് ഓൺ ബോത്ത് കോസ്റ്റ് ആൻഡ് റവന്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ഇൻക്രിമെൻ്റൽ കോസ്റ്റും ഇൻക്രിമെൻ്റൽ റവന്യൂവും തമ്മിലുള്ള ഒരു വ്യത്യാസം, നമ്മളെ അതിനെ ആ ഒരു വ്യത്യാസത്തിൽ ആ മാറ്റം വരുന്നത് നമ്മുടെ ഓരോരോ ബിസിനസ് ഡിസിഷനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റിൽ പഠിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ടാക്കിയിട്ട് ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ഇൻക്രിമെൻ്റൽ റവന്യൂ എക്സീഡ്സ് ദ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഓഫ് എ ഡിസിഷൻ ആൾട്ടർനേറ്റീവ് ഇറ്റ് മേ ബി അക്സെപ്റ്റഡ്. അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്താണെന്നും റവന്യൂ എന്താണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ ചിലവാകുന്ന ആ തുകേനെ നമ്മൾ കോസ്റ്റ് എന്നും നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഇൻകത്തിന് നമ്മൾ റവന്യൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ റവന്യൂ കോസ്റ്റിനേക്കാൾ കൂടി നിൽക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു ഡിസിഷൻ പല സൊല്യൂഷൻസ്, ആൾട്ടർനേറ്റീവ്സ് വരുമ്പോൾ അതിൽ നിന്ന് ഇത്തരത്തിലുള്ള
ഒരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതായത് റവന്യൂ കൂടി നിൽക്കുന്ന കുറേ ഉത്തരങ്ങൾ നമുക്കുണ്ടാവും അല്ലേ ഒരു പ്രശ്നത്തിന്. ആ പ്രശ്നങ്ങളിൽ നമുക്ക് കോസ്റ്റ് കുറഞ്ഞും റവന്യൂ കൂടി നിൽക്കുന്ന ഒരു ഉത്തരം നമുക്ക് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻക്രിമെൻ്റൽ റീസണിങ് കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്രയും നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ടൊരു കമ്പനി പുതിയ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻക്രിമെൻറ്റ് കോസ്റ്റ് ഓഫ് എൻട്രിങ് ന്യൂ മാർക്കറ്റ്, പുതിയ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനായിട്ടുള്ള നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 2,50,000. നമ്മൾ കണക്ക് കൂട്ടുന്ന റവന്യൂ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് നമ്മൾ 3 ലക്ഷമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ റവന്യൂ നിൽക്കുന്നുണ്ട് 3 ലക്ഷം. അപ്പോൾ ആ തീരുമാനം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഇൻക്രിമെൻ്റൽ റീസണിങ് അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ റീസണിങ് കൺസെപ്റ്റ് എന്ന് പറയാം. അതാണപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു കൺസെപ്റ്റായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് നോക്കാം. കൺസെപ്റ്റ് ഓഫ് ടൈം പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ ഇത് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ് ഈ കൺസെപ്റ്റ് ഓഫ് ടൈം പെർസ്പെക്റ്റീവ് എന്ന് നോക്കാം. ഇപ്പോൾ ഈ ടൈം പെർസ്പെക്റ്റീവിനെ നമ്മൾ എക്കണോമിസ്റ്റുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഷോർട്ട് റണ്ണും അതുപോലെ തന്നെ ലോങ് റണ്ണുമായിട്ടാണ്. ആ ഒരു സമയത്തിൻ്റെ ഒരു പ്രാധാന്യത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഷോർട്ട് റൺ എന്ന് നോക്കാം. ഷോർട്ട് റൺ ഈസ് എ പീരീഡ് ഓഫ് ഷോർട്ട് that the existing plant and equipment cannot be increased to produce additional unit of output. അതായത് നമ്മുടെ ഷോർട്ട് റൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷോർട്ട് റൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചെറിയ സമയമാണ് എന്നുള്ളത് മനസ്സിൽ നമ്മൾ സ്ഥാപിക്കുക. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ്, അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് എന്നുള്ള അർത്ഥവും വരും കേട്ടോ. നമ്മൾ എവിടെയാണോ പ്രൊഡക്ഷൻ നടക്കുന്നത് ആ ഒരു ബിൽഡിങ്ങിനെ നമ്മൾ പ്ലാന്റ് എന്ന് വിളിക്കും. ആ മെഷീനൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തിനൊക്കെയാണ് നമ്മൾ പ്ലാന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് കനോട്ട് ബി ഇൻക്രീസ് ടു പ്രൊഡ്യൂസ് അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അതായത് നമ്മളിപ്പോൾ 50 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ 51ാമത്തെ ഒരെണ്ണം കൂടി എക്സ്ട്രാ, അതാണ് പറഞ്ഞ അഡീഷണൽ യൂണിറ്റ്, 51ാമത്തെ കൂടി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സിസ്റ്റിംഗ് പ്ലാന്റ്, അതായത് നമുക്ക് ഒന്നുകിൽ ബിൽഡിംഗ് മാറ്റണം, ആ എവിടെയാണോ ഇത് പ്രൊഡക്ഷൻ നടക്കുന്നത് ആ സ്ഥലം അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാറ്റാൻ പറ്റാത്ത ഒരു സമയത്തിനെയാണ് നമ്മൾ ഷോർട്ട് റൺ എന്ന് പറയുന്നത്, ഷോർട്ട് റൺ പീരീഡ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഷോർട്ട് റൺ ഈസ് എ പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സമയമാണ്, കാലഘട്ടമാണ്. അതിൽ നമുക്ക് പ്ലാന്റോ അതിലെ എക്യുപ്മെൻറ്റുകളോ മാറ്റാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല. എന്തിനു വേണ്ടിയിട്ട് മാറ്റുക? ഒരു കൂടുതലായിട്ടൊരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് അതിനെ മാറ്റിയിട്ട് വേറെ വെച്ചിട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള അങ്ങനത്തെ ഒരു ടൈം നമ്മുടെ കയ്യിലില്ലെങ്കിൽ അതിനെ നമുക്ക് ഷോർട്ട് റൺ എന്ന് പറയാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, in the short run output can be increased only by increasing the വേരിയബിൾ ഇൻപുട്സ് ലൈക്ക് റോ മെറ്റീരിയൽ, ലേബർ എക്സെട്ര. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് പ്ലാന്റും മെഷീനറിയും ഒന്നും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ, ഷോർട്ട് റണ്ണിൽ മാറ്റാൻ പറ്റില്ല അഡീഷണൽ ആയിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ അതേസമയം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് മറ്റ് വേരിയബിൾസ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ, പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ലേബേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം നമുക്ക് കൂട്ടാം അല്ലേ. അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഷോർട്ട് റൺ എന്ന് പറയാം. ഷോർട്ട് റണ്ണിൽ നമുക്ക് ഇപ്പം 51ാമത്തെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വർക്കേഴ്സിൻ്റെ എണ്ണം കൂട്ടാമെന്ന്, അവിടെ തൊഴിലാളികളുടെ എണ്ണം നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ്, ഒരെണ്ണം അധികം ഉൽപ്പാദിക്കാനുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് കൂട്ടാം. പക്ഷേ പ്ലാന്റോ മെഷീനറിയോ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സമയമൊന്നും നമ്മുടെ കയ്യിലില്ല. ബാക്കിയുള്ളതൊക്കെ കൂട്ടാനും പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ളൊരു സമയത്തിനെയാണ് നമ്മൾ ഷോർട്ട് റൺ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം എന്തായിരിക്കും അപ്പോൾ ലോങ് റൺ എന്നുള്ളത് കേട്ടോ. ലോങ് റൺ പീരീഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ലോങ് റൺ ഈസ് എ പീരീഡ് ലോങ് ഇനഫ് ടു മേക്ക് ചേഞ്ചസ് ഇൻ ദ എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇത് വരും. ലോങ് റൺ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ആവശ്യത്തിലധികം സമയമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മാറ്റങ്ങൾ വരുത്താൻ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിലോ എക്യുപ്മെൻറ്റിലോ മെഷീനറിയിലൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള സമയം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലോങ് റൺ എന്ന് പറയുന്നത്. ഇൻ ദ ലോങ് റൺ ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ബോത്ത് ഫിക്സഡ് ഇൻപുട്സ്. അതായത് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് മാറ്റാനുള്ള സമയവും നമ്മുടെ കയ്യിലുണ്ട്. എക്സ്ട്രാ ഔട്ട്പുട്ട് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലാന്റിൻ്റെ സ്ഥലം മാറ്റാം.
പുതിയ എക്യുപ്മെൻറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ വേരിയബിൾ യൂണിറ്റ്സിലും ഇൻപുട്ടിലും മാറ്റങ്ങൾ വരുത്താം. നേരത്തെ പറഞ്ഞല്ലോ വേരിയബിൾ ഇൻപുട്ട്സ്, റോ മെറ്റീരിയൽ, ലേബറൊക്കെ, അതിലും മാറ്റങ്ങൾ ഇൻക്രീസ് ചെയ്യിക്കാം. അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലും മാറ്റങ്ങൾ വരുത്താം. അങ്ങനെ രണ്ടിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റിയാൽ അതിനെ നമുക്ക് ലോങ് റൺ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് നിങ്ങളിതിൽ നോക്കി വെക്കേണ്ടത്. കാരണം അത് തീർച്ചയായിട്ടും വരുന്നൊരു ഭാഗമാണ് കേട്ടോ. എന്താണ് ഷോർട്ട് റൺ, എന്താണ് ലോങ് റൺ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗം തന്നെയാണിത്. നെക്സ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസൊക്കെയാണ്. അത് നിങ്ങൾ നോക്കണമെന്നില്ല. ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗം വരെയാണ് നിങ്ങളിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് നമുക്ക് മൂന്നാമത്തതാണ്. മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ നോക്കണ്ട, അതൊക്കെ വെറുതെ കുറേ എക്സാമ്പിൾസ് ആയിട്ടൊക്കെ കൊടുക്കുന്നതാണ്. ഇരുന്ന് വായിച്ച് നോക്കാമെന്നുള്ളൂ കേട്ടോ അതൊക്കെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്. അതും ഇതേപോലെ തന്നെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഈസ് എ ബേസിസ് ഓഫ് കൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പണത്തിൻ്റെ മൂല്യമുണ്ടല്ലോ, ആ പണത്തിൻ്റെ മൂല്യം സമയത്തിന് അനുഷ്ഠിച്ച് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത്. പണത്തിൻ്റെ മൂല്യം സമയം കൂടുന്നതിന് അല്ലെങ്കിൽ സമയം പോകുന്നതിനനുസരിച്ച് അതിൽ വരുന്ന മാറ്റം, അതിനെക്കുറിച്ചാണ് ഈ കൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ദ കൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡേഴ്സ് ദാറ്റ് മണി ഏൺഡ് ഇൻ ഏർലിയർ, നോട്ട് ചെയ്യണം കേട്ടോ, ദാറ്റ് മണി ഏൺഡ് ഇൻ ഏർലിയർ പീരീഡ് ഈസ് മോർ വാല്യുബിൾ ദാൻ ദ സെയിം എമൗണ്ട് ഓഫ് മണി ഏൺഡ് ഇൻ ദ ലേറ്റർ പീരീഡ്. ദിസ് ഈസ് ബിക്കോസ് മണി ഇൻവെസ്റ്റഡ് ഇൻ എൻ ഏർലിയർ പീരീഡ് ഗ്രോസ് ടു മോർ മണി ഇൻ ഫ്യൂച്ചർ. അതായത് നമ്മൾ മുന്നേ കൂട്ടി മുൻപ് ഏൺ ചെയ്ത പൈസ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മുൻപുണ്ടായിരുന്ന പൈസയായിരിക്കും ഇപ്പോഴുണ്ടായിരുന്ന പൈസയേക്കാൾ മൂല്യം കൂടുതൽ എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മളെല്ലാവരും ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കാറുണ്ട് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നല്ലേ. ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു 500 രൂപയുടെ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 500 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അതേ 500 രൂപ നിങ്ങളുടെ ഒരു 10 കൊല്ലം മുമ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. അതിൻ്റെ ആ 500 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. അതേസമയം ആ 500 രൂപയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനുള്ള ഒരു പൈസ പോലും തികയുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പൈസയുടെ മൂല്യം എന്ന് പറയുന്നത് ഓരോരോ കാലം കഴിയും തോറും കുറഞ്ഞു വരികയാണ്. മൂല്യം, ടൈം വാല്യൂ ഓഫ് മണി കുറഞ്ഞു വരികയാണെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ ആ 1,00,000 ആയിരിക്കില്ല ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഈ 1,00,000ത്തിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപയുടെ വില പോലും ഉണ്ടാവില്ല. അത് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞുകൊണ്ടിരിക്കും. ടൈം വാല്യൂ ഓഫ് മണി റിഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളും അതുപോലെ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പൈസ ആയിരിക്കില്ല, അതിൻ്റെ മൂല്യമായിരിക്കില്ല കുറേ വർഷം കഴിഞ്ഞാൽ ആ സെയിം എമൗണ്ടിന് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് പറയുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് അവിടെ പറയുന്ന ഒരു എക്സാമ്പിളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. അതായത് ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെയാണ് പറയുന്നത്. 1,00,000 രൂപ ജനുവരി 1-ാം തീയതി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് 10% ഇൻട്രസ്റ്റിന്. അപ്പോൾ ഓരോ വർഷം ഇറ്റ് വിൽ ബിക്കം 2009 ആകുമ്പോഴേക്കും അത് 1,10,000 ആവുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടോ. ട്രീറ്റഡ് ആസ് ഈക്വൽ 1 lakh, പിന്നെ 1,10,000 റിസീവ്ഡ് ഓൺ 1st January ഹാസ് എ പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ അന്ന് 1,10,000 2009 കിട്ടിയാലും പക്ഷേ പ്രസൻറ്റ് വാല്യൂ 2008 1,00,000 ഉണ്ടായിരുന്നു, 1,00,000 ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു PV ഫാക്ടർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് അത് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റ് നിങ്ങളിപ്പോൾ നോക്കണ്ട. ഇത് നമുക്കൊരു PV ടേബിൾ അവൈലബിൾ ആണ്. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നൊരു ടേബിൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഉണ്ടായിരിക്കും ഓരോരോ എമൗണ്ടിനും അല്ലെങ്കിൽ എത്രയാണ് നമ്മൾ PV ഫാക്ടർ, ഇപ്പോഴത്തെ കറൻറ്റ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിനെ ആ ഒരു PV ഫാക്ടറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു പ്രസൻറ്റ് വാല്യൂ കിട്ടുക.
അപ്പോൾ കാൽക്കുലേഷനൊന്നും ഇപ്പോൾ നമുക്ക് നോക്കണ്ട, കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ഫോർമുലയാണ് നെക്സ്റ്റ് പേജിൽ 28ാമത്തെ പേജിൽ നിങ്ങൾ കണ്ടോ എങ്ങനെയാണ് പി വി ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക. 1 രൂപയുടെ മൂല്യം വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1/1+r² n എന്നിട്ടിട്ടുണ്ട് ഇല്ലേ. r = ഡിസ്കൗണ്ടിങ് റേറ്റ്, n ഉദ്ദേശിക്കുന്നത് എത്ര വർഷം എന്നുള്ളതാണ്. അങ്ങനെ കണ്ടുപിടിക്കുകയാണ്. ഓരോ വർഷത്തെയും കണ്ടുപിടിക്കുന്ന റേറ്റുകളാണ്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നതല്ല, ഇത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, എക്കണോമിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഈ പി വി ടേബിൾ അവൈലബിൾ ആണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചോദ്യം ഇപ്പം നിങ്ങൾക്ക് ചെയ്യാനില്ലെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പി വി ഫാക്ടറൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അത് തന്നിട്ട് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടോ 0.907 0.826 അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്, എമൗണ്ടുകൾ കണ്ടില്ലേ. അപ്പോൾ അതേ എമൗണ്ടുകൾ വെച്ചിട്ട് ഈ പി വി ഫാക്ടർ വെച്ചിട്ട് നമ്മുടെ കയ്യിലൊരു 2 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ വർഷവും അതിൻ്റെ മൂല്യത്തിൽ വരുന്ന 3 വർഷത്തിലായിട്ടുള്ള ഒരു മാറ്റങ്ങളാണ് നെക്സ്റ്റ് 29ാമത്തെ പേജിൽ. അതാണ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇൻ കേസ് ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ എഴുതാവുന്നതാണ്. കാൽക്കുലേഷൻസ് അല്ല, ആ ഒരു ടേബിളിൽ വരുന്ന ഒരു മാറ്റം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ, ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ എടുക്കുന്നത് 0.909 ആണ്. അപ്പോൾ 2 ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ലക്ഷം ഇൻറ്റു 0.909 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കുന്നത് 1,81,000 മാത്രമാണ്. രണ്ടാമത്തെ വർഷമായപ്പോൾ നോക്കിയേ, ഇതേ 2 ലക്ഷത്തിന് തന്നെ വില കുറഞ്ഞത് കണ്ടോ, 1,65,000 ആയിട്ട് കുറഞ്ഞു. പിന്നെ മൂന്നാമത്തെ വർഷം കണ്ടോ, 2 ലക്ഷം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് 1,50,200 കുറഞ്ഞു. അപ്പം ഓരോ വർഷം കൂടുന്തോറും ഒരേ എമൗണ്ടിൻ്റെ മൂല്യം കുറഞ്ഞു വരികയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിളാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 വർഷമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മൊത്തം നമുക്ക് ടോട്ടൽ 4,97,200 കിട്ടുകയാണ്. അപ്പോൾ ഈ ഒരു കമ്പനി, ഒരു എക്സാമ്പിൾ പറയണതാണ് കേട്ടോ, ഒരു കമ്പനി 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ടോട്ടൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4,97,200 ആണ്. അപ്പം 2,800 എന്ന് പറയുന്ന അതിലൊരു നഷ്ടമായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വർഷം കൂടുന്തോറും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നഷ്ടം വന്നുകൊണ്ടിരിക്കും, അതിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ ആ കൺസെപ്റ്റിൽ ആകെ കൂടി പഠിക്കാനുള്ളത്. അപ്പം ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്ന ഭാഗം, മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമൊക്കെയാണ് നിങ്ങൾ നന്നായിട്ട് നോക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്. ഈ പ്രിൻസിപ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് അല്ലേ. നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ദാറ്റ് ഹാവ് ഫോർഗോൺ എന്നാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ മീനിങ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഒക്കെ അതിനൊക്കെ ഓൾട്ടർനേറ്റീവ് ഒന്നിലധികം യൂസസ് അതിനുള്ളതാണ്. അപ്പോൾ അത് എത്ര നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും എന്നതിനനുസൃതമായിട്ടാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ലൈനാണ് ഇതിൻ്റെ മീനിങ് ആയിട്ട് ദ കോസ്റ്റ്, അതായത് ഹിയർ ദ കോസ്റ്റ് മീൻസ് ബെനിഫിറ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർഗോൺ. ഏതാണോ നമ്മൾ വിട്ടുകൊടുത്തത്, ആ വിട്ടുകൊടുത്തതിൻ്റെ വിലേനെയാണ്, കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഒരെണ്ണം നടത്താൻ വേണ്ടി മറ്റൊരെണ്ണത്തിന് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ആ മറ്റൊരെണ്ണം സാക്രിഫൈസ് ചെയ്തതിൻ്റെ വില എത്രയാണോ അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്രയാണോ അതിനെയാണ് നമ്മൾ പറയുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ദാറ്റ് ഹാവ് ഫോർഗോൺ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് അടുത്ത സെക്കൻഡ് പാരഗ്രാഫിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇഫ് ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ്സ് ദർ ഈസ്, അത് ശരിയാണ്. ഓൾട്ടർനേറ്റീവ്സ് ഇല്ലെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇല്ല. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എപ്പോഴും വരിക ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ്, ഒരേ പ്രോഡക്റ്റ് കൊണ്ട് തന്നെ ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളൊരു ടേം നമുക്ക് വരിക എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഇപ്പം ഒരാളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അതിന് എന്താണ് പറഞ്ഞത്, ഇത് ഹി ക്യാൻ ഡെപ്പോസിറ്റ് മണി ഇൻ എ ബാങ്ക് ആൻഡ് ഏൺ സേ 10% ഇൻട്രസ്റ്റ് ഓർ സ്റ്റാർട്ട് എ ബിസിനസ്. ഒന്നുകിൽ അയാൾക്ക് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 10% ഇൻട്രസ്റ്റിൻ്റെ പലിശയുണ്ട്, അത് മേടിച്ചിരിക്കാം. അല്ലെങ്കിൽ അയാൾക്ക് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഹിയർ ഹി ഹാസ് 2 ആൾട്ടർനേറ്റീവ്സ്. ഇവിടെ 2 ആൾട്ടർനേറ്റീവ്സ് അയാൾക്കുണ്ട്. അപ്പോൾ ഇഫ് ഹി ഡിസൈഡ്സ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഹി സാക്രിഫൈസ് 10% ഇൻട്രസ്റ്റ് ഫ്രം ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ ആ വ്യക്തി ബിസിനസ് തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അയാൾ എന്തായിരിക്കും സാക്രിഫൈസ് ചെയ്യുക, എന്താണ് അയാൾ വേണ്ടാന്ന് വെക്കുന്നത്?
അപ്പോൾ 10% ഇൻട്രസ്റ്റ് അല്ലേ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അയാൾക്ക് കിട്ടുന്ന ആ 10% ഇൻട്രസ്റ്റിനെയാണ് അയാൾ വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്? Therefore, his opportunity cost of starting a business is the interest rate of 10% foregone on fixed deposit. അതായത് അതായത് ഒരു വ്യക്തിയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇയാളിപ്പോൾ ബിസിനസ് തുടങ്ങാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ആ വ്യക്തിയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 10% ഇൻട്രസ്റ്റ് ആണ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ 10% ഇൻട്രസ്റ്റ് കിട്ടുമായിരുന്ന ആ ഒരു എമൗണ്ട്, ആ ഒരു കാര്യമാണ് ഇവിടെ ഈ പറഞ്ഞ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എന്തിലേക്കാണോ നമ്മൾ പോകുന്നത് അതിനെയല്ല നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. എന്താണോ നമ്മൾ വേണ്ടാന്ന് വെച്ചത് അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത് നന്നായി നോക്കേണ്ട പ്രിൻസിപ്പിളാണ് കേട്ടോ. ഇത് 4 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളത്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്ന ടേം, ഇത്രയും തന്നെ ഇതിൽ നോക്കിയാൽ മതി. ഇനി ലാസ്റ്റ് വരുന്നതാണ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എന്നുള്ളത്. എന്താണ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ സ്കാർസ് ആൻഡ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. നമുക്കറിയാവുന്നതാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവാണ്, ഒന്നിലധികം യൂസസും ഉണ്ട്. ലാൻഡ്, ലേബർ, പ്രൊഡക്ഷൻ എല്ലാത്തിനായാലും ഒന്നിലധികം യൂസസ് ഉണ്ട്, പക്ഷേ അത് വളരെ കുറവാണ് താനും. So a business firm should make optimum allocation of these factors to various uses. Next line mark here. According to equimarginal principle, the allocation of factor inputs will be optimum when they are allocated in such a way that value added by the last unit is equal in all cases. അതായത് നമ്മളെപ്പോഴും ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആഡഡ് ബൈ ലാസ്റ്റ് യൂണിറ്റ് ഈസ് ഈക്വൽ ഇൻ ഓൾ കേസസ്, എല്ലാത്തിലും ഒരുപോലെ അലോക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വളരെ പരിമിതമായിട്ടുള്ള റിസോഴ്സസേ ഉള്ളൂ, സ്കാഴ്സ് റിസോഴ്സസേ ഉള്ളൂ, വളരെ കുറവാണ്. നമുക്ക് ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള യൂണിറ്റ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് തരത്തിലായിരിക്കണം നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്? ഇറ്റ് ഈസ് ദ വാല്യൂ ആഡഡ് ബൈ ലാസ്റ്റ് യൂണിറ്റ് ഈസ് ഈക്വൽ ഇൻ ഓൾ കേസസ്. എല്ലാത്തിലും ഈക്വൽ ആയിട്ട് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളതാണ്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നോക്കാനായിട്ട് നമുക്ക് അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കാം. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 പ്രോഡക്റ്റ്സ് ഉണ്ട്, ഒരു കമ്പനിയിൽ 3 പ്രോഡക്റ്റ്സ് ഉണ്ട്, എ ബി സി എന്ന് പറഞ്ഞ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ 3 പ്രോഡക്റ്റ്സിൽ ദ ഫേം ഹാസ് മാക്സിമം ഓഫ് 600 ലേബേഴ്സ് പെർ വീക്ക്. അപ്പോൾ ഒരാഴ്ചയിൽ 600 മണിക്കൂർ 600 മണിക്കൂറേ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ടൈം നമുക്കുള്ളൂ, അത്രയും ജോലിക്കാരേ ഉള്ളൂ എന്നുള്ളതാണ്. ദ ഫേം ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് എനി വൺ ഓഫ് ദീസ് പ്രൊഡക്ട്സ് ബൈ ആഡിങ് മോർ ലേബർ അവേഴ്സ്. അപ്പോൾ ഈ 3 പ്രോഡക്റ്റിൽ എ ബി സി എന്ന് പറയുന്ന ഈ 3 പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? ബൈ ആഡിങ് എനി വൺ ഓഫ് ദിസ് പ്രോഡക്റ്റ് ബൈ ആഡിങ് മോർ ലേബർ അവേഴ്സ്. അപ്പോൾ ഈ 600 എന്നുള്ളതിൽ കുറച്ച് അധികം മണിക്കൂറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ദിസ് ക്യാൻ ബി ഡൺ ഓൺലി അറ്റ് ദ കോസ്റ്റ് ഓഫ് അതർ പ്രോഡക്റ്റ്. So, as per equimarginal principle, the firm can maximize its profit when the labor hours are allocated to the production of all of the 3 products in such a way that the marginal product of labor is equal in 3 products. അപ്പോൾ ഇത് നമുക്ക് എല്ലാത്തിലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞു. അതായത് ഇപ്പം ഒരെണ്ണത്തിൽ മാത്രമായിട്ട് നമുക്ക് കൂട്ടി നിൽക്കുക, ഒരെണ്ണത്തിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ 3 എണ്ണത്തിലും ഒരുപോലെ ഇൻക്രീസ് ചെയ്താലേ ചെയ്യാൻ പാടുള്ളൂ. കോസ്റ്റ് ഒരുപോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓൺലി അറ്റ് ദ കോസ്റ്റ് ഓഫ് ദോസ് പ്രോഡക്റ്റ്. So, as per equimarginal principle, the firm can maximize its profit when the labor hours are allocated to the production of all 3 products in such a way the marginal product of labor is equal in all 3 products. അതിന് താഴെ കൊടുത്തിട്ടുണ്ട് MPL എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്നാണ് പറയുന്നത്. മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ A ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ B ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ C. അതായത് ഈ 3 എണ്ണം ദേ ആർ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഓഫ് പ്രൊഡ്യൂസ് പ്രോഡക്ട്സ് എ ബി സി. ഒരെണ്ണത്തിന് മാത്രമായിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൊഡക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ ബാക്കി 3ലും അതേപോലെ തന്നെ ഈക്വലായിട്ട് ആഡ് ചെയ്യണം എന്നൊരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ
മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്താണ് MPL എന്നുള്ളതാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് എ ഫേം ഗെറ്റ്സ് ബൈ എംപ്ലോയിങ് 1 മോർ യൂണിറ്റ് ഓഫ് ലേബർ. അപ്പം ഒരു ലേബർ അല്ലെങ്കിൽ ഒരാളെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഔട്ട്പുട്ടിൽ എത്ര ചേഞ്ചസ് വരും, അതിനെയാണ് നമ്മൾ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഒരു അഡീഷണൽ ആയിട്ട് ഒരാളെയും കൂടി നമ്മൾ ജോലി, ഇപ്പോൾ 600 എന്ന് പറഞ്ഞു, 601 വയ്ക്കുകയാണെങ്കിൽ ആ 601 വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര കൂടുതൽ ഔട്ട്പുട്ട് അവിടെ വരും എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Thus, equimarginal principle suggests that available resources inputs should be allocated by business firms between alternative options in such a way that the marginal productivity gains from various alternative options are equalized. അപ്പോൾ ലാസ്റ്റ് ഒരു പാരഗ്രാഫ് നിങ്ങൾ മാർക്ക് ചെയ്താലും മതി കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫും അതുപോലെ തന്നെ ലാസ്റ്റ് 2 പാരഗ്രാഫും മാർക്ക് ചെയ്താലും മതി. എക്സാമ്പിളിൻ്റെ നോട്ട് ചെയ്യണമെങ്കിൽ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് ഒരുപോലെ ആയിരിക്കണം, ഇത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരെണ്ണത്തിൽ മാത്രമായിട്ട് 3 പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 3 പ്രോഡക്ട്സിലും കൂടി ആ ഒരു ലേബർ യൂണിറ്റ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള, ഈക്വലായിട്ട് ആഡ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾ. അതാണ് ഇവിടെ പറയുന്നത്. അവൈലബിൾ റിസോഴ്സസിനെ, അതായത് ഇൻപുട്ട്, ലാൻഡ്, ലേബർ എന്തും ആയിക്കോട്ടെ, അതിന് it should be allocated by business firms between alternative options in such a way that the marginal productivity gains from various alternatives options are equalized. അപ്പോൾ ഓരോന്നിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഈക്വലൈസ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം ഓരോന്നിൻ്റെ ഇൻപുട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോർമുലയും കൂടി എഴുതാം. ദാറ്റ് ഈസ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ലേബർ A = B = C എന്ന് കൊടുത്തിട്ടില്ലേ, അതും കൂടി നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. സോ ഫസ്റ്റ് പാരഗ്രാഫും ലാസ്റ്റ് 2 പാരഗ്രാഫും ആണെങ്കിലും നിർബന്ധമായിട്ടും പഠിക്കുന്നത് വാട്ട് ഈസ് ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾ എന്നുള്ളത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ കൺസെപ്റ്റ് 5 കൺസെപ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്, ഒരിക്കലും വിട്ട് കളയരുത്. പഠിക്കാനായിട്ട് മിസ് ചെയ്യാൻ പാടില്ല. ഈ ടോപ്പിക്ക് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. സോ അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ PPDയുടെ അവസാനിക്കുകയാണ്.